ധന്യ, നടി ശോഭന നല്ല ഡാൻസറാണ്, അഭിനേത്രിയാണ്. തുടരും സിനിമയിലൂടെ വീണ്ടും ഒരു പുനഃപ്രവേശനം അവർ നേടി രാഷ്ട്രീയത്തിലേക്കൊക്കെ പോകുന്നു. BJPയുടെ കാൻഡിഡേറ്റൊക്കെ ആകും എന്നൊക്കെ പറയപ്പെടുന്നു. അപ്പോൾ ഇങ്ങനൊരു ചർച്ചയൊക്കെ ഉയർന്നു വരാനൊരു കാരണം ഉണ്ടാവില്ല. എന്താണ് അതുമായി ബന്ധപ്പെട്ടുണ്ടായത്? ഈ പൊതുവെ ഓണമൊക്കെ ആകുമ്പോൾ പല ചാനലുകളിലും, പ്രത്യേകിച്ച് വാർത്താ ചാനലുകളിലും പല നടന്മാരെയും നടിമാരെയൊക്കെ കൊണ്ടിരുത്തി ഈ കുത്തി ചോദ്യങ്ങൾ ചോദിച്ച് അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയാൽ അത് എടുത്തു വെച്ച് ഓണവിശേഷം ഒന്ന് പറയുന്നത് ഓണവിശേഷം എന്നാണ്. പക്ഷെ ചോദിക്കുന്ന ചോദ്യം മൊത്തവും ഇങ്ങനൊരു നശിച്ച ഓണം ഇനി ഉണ്ടാവരുതേ എന്ന് അവരെ കൊണ്ട് മനസ്സിൽ ചിന്തിപ്പിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുന്നത്. അതിൽ കുത്തിത്തിരിപ്പിൻ്റെ ആശാത്തിയാണ് സ്മൃതി പരുത്തിക്കാട്, പറയാതിരിക്കാൻ കഴിയില്ല. സ്മൃതി പരുത്തിക്കാട് ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ പൊട്ട ചോദ്യങ്ങളായിട്ടൊക്കെ നമുക്ക് തോന്നും. നമ്മൾ വലിയ സംഭവമാണെന്ന് ചോദിച്ചാൽ അല്ല. പക്ഷെ ഒരു മെയിൻ ചാനലിലിരിക്കുന്ന ഒരുപാട് എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ഒരു മാധ്യമ പ്രവർത്തക എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡും ഒക്കെ അങ്ങനെയാണ്. അപ്പോൾ ഞാൻ കണ്ട 2 ഇൻ്റർവ്യൂ, ഒന്ന് സുജയ പാർവതി മോഹൻലാലുമായി നടത്തിയ ഇൻ്റർവ്യൂ, 2 ശോഭനയും പിന്നെ സ്മൃതി പരുത്തിക്കാടും തമ്മിൽ റിപ്പോർട്ടർ ചാനൽ നടത്തിയ ഇൻ്റർവ്യൂ. 2 ഇൻ്റർവ്യൂ ഫുള്ളിരുന്ന് കണ്ടപ്പോൾ ലാലേട്ടൻ്റെ സ്വതവേ ഉള്ളൊരു ഇതുണ്ടല്ലോ, ഒരു ഇൻ്റർവ്യൂവിലൊക്കെ ചോദിക്കുന്നതിന് അതെങ്ങനെ അതിനെ സ്കിപ്പ് അടിച്ച് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം എന്ന് പലപ്പോഴും അദ്ദേഹം ചിന്തിക്കുന്ന ഒരു രീതിയുണ്ട്. അതുതന്നെയാണ് ഇവിടെയും. അതിൽ സുജയ ചോദിക്കുന്നു, എന്താ മോനെ എന്ന പേര് വന്നത് എങ്ങനെയാണ് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ടൈറ്റിൽ ഇങ്ങനെയാണ്, എന്താ മോനെ വന്ന വഴി തുറന്നു പറഞ്ഞു മോഹൻലാൽ. അപ്പം ഞാനത് എന്താ മോനെ വന്ന വഴി പറഞ്ഞപ്പോൾ ഞാൻ അത് കേട്ടപ്പോൾ ലാലേട്ടൻ പറയുകയാണ്, സുജയ ചോദിക്കുകയാണ് അതെങ്ങനെയാ വാക്ക് വന്നതെന്ന് ചോദിച്ചപ്പം അത് പേരറിഞ്ഞുകൂടാത്തത് കൊണ്ട് എന്താ മോനെ എന്ന് വിളിച്ച്, അത് പിന്നെ എന്താ മോനെ എന്ന് ചോദിച്ച് അങ്ങനെ ആയി. പിന്നെ അത് ഏതോ ഒരു സിനിമയിൽ എന്താ മോനെ ദിനേശ എന്ന് വിളിച്ചു. അത് പിന്നെ ആളുകൾ ഏറ്റെടുത്തു, അത്രയേ ഉള്ളൂ, അതിൽ വലിയ കാര്യമൊന്നുമില്ല എന്ന് അദ്ദേഹം നിസ്സാരമായി പറഞ്ഞു വയ്ക്കുന്നു. അപ്പോൾ ഇത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും എന്തോ വലിയ സംഭവമുണ്ട്, അതായിരിക്കും ഇവർ ഇങ്ങനെ ചോദിക്കുന്നതെന്നൊക്കെ. അപ്പോൾ ഇവിടെ ശോഭനയാണ് സ്മൃതിയുടെ ഇര. അപ്പോൾ വേട്ടക്കാര് സ്മൃതിയും. അപ്പോൾ ശോഭന പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന, കൃത്യമായ നിലപാടുകളുള്ള, വ്യക്തമായി സംസാരിക്കുന്ന ഈ ജോണി ലൂക്കോ, അതല്ലേ പുള്ളിയുടെ പേര്, മനോരമയുടെ ജോണി ലൂക്കോസ്, അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിലൊക്കെ വന്നു നിന്ന് അദ്ദേഹത്തെ പഞ്ഞിക്കിടുന്ന വെർഷനൊക്കെ എടുത്ത് ഇപ്പോഴും കട്ട് ചെയ്ത ആളുകൾ സോഷ്യൽ മീഡിയയിൽ ഇടുന്നുണ്ട്. അപ്പോൾ ഇവിടെയും ശോഭനയുടെ BJP പ്രവേശനം, അതായത് പ്രധാനമന്ത്രി വന്ന ചടങ്ങിൽ ശോഭന മുഖ്യ അതിഥിയായിരുന്നു. അന്ന് മുതൽ ശോഭന BJPയിലേക്കാണെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അന്തംഗമികളൊക്കെ വലിയ പ്രചാരണം നടത്തുന്നുണ്ട്. ഇപ്പോൾ ഇൻ്റർവ്യൂവിന് വിളിച്ചപ്പോൾ ശോഭനയോട് ചോദിക്കുകയാണ്, സുരേഷ് ഗോപിയുടെ അടുത്ത സുഹൃത്തല്ലേ, അപ്പോൾ ഒരു രാഷ്ട്രീയ പ്രവേശനം, ഒരു BJP പ്രവേശനം ഉടൻ ഉണ്ടാകുമോ എന്നാ. സുരേഷ് ഗോപിയായിട്ട് എത്രയോ ആളുകൾക്ക് പരിചയമുണ്ടാകും അല്ലേ, എത്രയോ രാഷ്ട്രീയത്തിലുള്ള, ഇപ്പോൾ കോൺഗ്രസ്സിലുള്ളവർക്കുണ്ടാകും, കമ്മ്യൂണിസ്റ്റിലുള്ളവർക്കുണ്ടാകും, മറ്റ് പാർട്ടിയിലുള്ളവർക്കുണ്ടാകും, ഈവൻ മുസ്ലിം ലീഗിലുള്ളവർക്ക് വരെ സുരേഷ് ഗോപിയായിട്ട് അടുപ്പമുണ്ടാകും. സിനിമാ നടന്മാർ എത്രയോ പേർക്ക് സുരേഷ് ഗോപിയായിട്ട് അടുപ്പം ഉണ്ടാകും. അപ്പോൾ അവരെല്ലാം സുരേഷ് ഗോപിയുടെ അടുപ്പം വെച്ച് BJPയിലേക്ക് പോകുമോ എനിക്കറിയില്ല. അങ്ങനെ ഒരു അടുപ്പം കൊണ്ട് BJPയിലേക്ക് പോകുന്നവരുണ്ട്. ഒരു വ്യക്തിയെ കണ്ടിട്ട് സ്മൃതി ഉദ്ദേശിച്ചത് സുരേഷ് ഗോപി ഒരു നടനെന്ന നിലയിൽ ഒരു പൊളിറ്റീഷ്യനായി, മന്ത്രിയായി, അതേപോലെ ഒരു പ്രൊഫൈലുള്ള ആളാണ് ശോഭനയ്ക്കും ആയിക്കൂടെ എന്നായിരിക്കും കവി ഉദ്ദേശിച്ചത്. ഉദ്ദേശിച്ചത് അങ്ങനെ ആയിരിക്കും. പക്ഷെ കിട്ടേണ്ടത് നല്ല പോലെ കരണത്തടിച്ചതുപോലെ കിട്ടിയെന്നുള്ളതാണ്. അപ്പോൾ ശോഭന പറഞ്ഞു, ഞാൻ തൽക്കാലം അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല, ചിലപ്പോൾ പോകുമായിരിക്കാം, ചിലപ്പോൾ പോകില്ലായിരിക്കാം, ഇനി പോകുന്ന സമയം വരുമ്പോൾ നിങ്ങളെ ഞാൻ വിളിക്കാം, ആ സമയത്ത് വന്ന് ഇൻ്റർവ്യൂ എടുത്താൽ മതി എന്ന് കൃത്യമായ മറുപടി കൊടുത്തു. അപ്പോൾ പല കമൻറ്റുകളും വന്നു, ഒത്തില്ല, കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ശ്രമിച്ചു, ഒത്തില്ല. എന്നാൽ അപ്പം തന്നെ ബ്രേക്കിംഗ് വരും, നടി ശോഭന BJPയിലേക്ക്, സുരേഷ് ഗോപിയുമായുള്ള സൗഹൃദം നടിയെ BJPയിലേക്ക് എത്തിച്ചു എന്ന് പറഞ്ഞിട്ട് സ്ക്രോളും ബ്രേക്കിങ്ങും, പിന്നെ ശോഭനയുടെ ബൈറ്റ് എടുക്കാൻ ആളുകൾ ഓടുന്നു, അങ്ങനെ ഇങ്ങനെ പലതും കാണാം. പക്ഷെ അവരതിനെ കൂളായി എടുത്തു എന്നുള്ളതാണ്. പിന്നെ അത് ഞാൻ രാഷ്ട്രീയത്തിലോട്ട് ഉണ്ടെന്നും പറയുന്നില്ല, ഇല്ല എന്നും പറയുന്നില്ല. പക്ഷേ ചോദിച്ച ആൾക്ക്, കുത്തിത്തിരിപ്പുണ്ടാക്കി അവിടെ ഒരു പ്രശ്നം സൃഷ്ടിക്കാൻ ചോദിച്ച ആൾക്ക്, ഈ സ്മൃതി പരുത്തിക്കാടിന് പൊതുവേ സുരേഷ് ഗോപി എന്ന് കേൾക്കുമ്പോൾ വല്ലാത്തൊരു അലർജിയാണ്. നമ്മളത് സുരേഷ് ഗോപി എന്നല്ല, പിണറായി വിജയൻ എന്ന് കേൾക്കുമ്പോഴും സ്മൃതി പരുത്തിക്കാടിന് വല്ലാത്തൊരു അലർജി, അസ്വസ്ഥത ഉണ്ടാകുന്നുണ്ട്. പക്ഷെ VD സതീശൻ എന്നോ രാഹുൽ ഗാന്ധി എന്നോ കേൾക്കുമ്പോൾ ഈ ചോര തിളയ്ക്കുന്ന ഒരു മനോഭാവമാണ് അവർക്ക്. ഇപ്പോൾ രാഷ്ട്രീയ പ്രവർത്തകരിൽ
പലർക്കും ഇപ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകർക്ക് രാഷ്ട്രീയമുണ്ട്, അതില്ല എന്ന് പറയുന്നില്ല. പക്ഷേ ചില സമയങ്ങളിൽ അത് പുറത്തു വരികയും ചെയ്യും, ചില സമയങ്ങളിൽ അത് പുറത്ത് വരാതിരിക്കാൻ നമ്മൾ മാക്സിമം ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ പ്രേംലാലേട്ടന് വ്യക്തമായ ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം ഒരിക്കലും വാർത്തകളിൽ കൊണ്ടുവരുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെയുള്ള മാധ്യമപ്രവർത്തകരും ഉണ്ട്. എന്നെപ്പോലെ ശ്രുതിയെപ്പോലെയുള്ള രാഷ്ട്രീയം വ്യക്തമായി പ്രകടിപ്പിച്ച് മുന്നോട്ട് പോകുമെന്ന അതില് സ്മൃതി പരുത്തിക്കാടിന്റെ രാഷ്ട്രീയം കോൺഗ്രസ് അനുഭാവമുള്ള രാഷ്ട്രീയമാണെന്നാണോ എനിക്കങ്ങനെ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അല്ല, അവര് ദേശാഭിമാനിയുടെ പാരമ്പര്യം, ദേശാഭിമാനി പത്രത്തിന്റെ പാരമ്പര്യമുള്ള ഒരു കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന ഒരു മാധ്യമ പ്രവർത്തകയാണ്. ഒരു അടിയുറച്ച കമ്മ്യൂണിസ്റ്റുകാരിയാണ്. പിന്നെ ഈ റിപ്പോർട്ടർ ചാനലിൻ്റെ ഒരു പൊതു നയം എന്ന് പറയുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഒരു സ്പേസ് കൊടുക്കുക എന്നുള്ളതാണ്. ഒരു പക്ഷേ അവരുടെ ഈ എഡിറ്റോറിയൽ ഡിബേറ്റുകളുണ്ടല്ലോ, ഈ മറ്റേ പ്രമുഖ ചാനലിലെ മുതലാളി അടക്കം വന്ന് മാധ്യമപ്രവർത്തകൻ്റെ മേലങ്കിയിട്ട് അവിടെ വന്ന് ചർച്ചയിൽ പങ്കെടുക്കാറുണ്ട്. അപ്പോൾ അതിൽ ഓരോ പേർക്കും ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെ ചുമതല അങ്ങ് കൊടുത്തേക്കുകയാണ്. അതാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും വൈറൽ കണ്ടൻറ്റ് കിട്ടും. അതാണ് കവി ഉദ്ദേശിക്കുന്നത്. എല്ലാവരും ഒരേപോലെ തൃപ്തിപ്പെടുത്തി പോവുക. സുജയ പാർവതി പ്രഖ്യാപിത BJP അനുഭാവിയാണെങ്കിൽ അരുൺകുമാർ ഇടതുപക്ഷമാണ്. നേരത്തെ മറ്റേ ഉണ്ണി ബാലകൃഷ്ണൻ ഉള്ളപ്പോൾ പുള്ളിക്കാരൻ ഒരേ സമയം ഇടതുപക്ഷത്തിൻ്റെയും കോൺഗ്രസിൻ്റെയും നിലപാടുകൾ പറയുന്ന ഒരാളാണ്. ഇപ്പോൾ ഉണ്ണി ബാലകൃഷ്ണൻ പോയ സ്പേസിൽ ഏഷ്യനിൽ പോയി പുള്ളി BJP അനുകൂല നിലപാട് ഇടയ്ക്കിടയ്ക്ക് എടുത്തിടാറുണ്ട്. അതെന്തോ ആയിക്കോട്ടെ, നമ്മളിപ്പോൾ റിപ്പോർട്ടറാണല്ലോ ഇപ്പോഴത്തെ വേട്ടമൃഗം. അപ്പോൾ അവിടെ ഉണ്ണി ബാലകൃഷ്ണൻ പോയപ്പോൾ ഇപ്പോൾ കൃത്യമായിട്ട് കോൺഗ്രസിൻ്റെ നിലപാട് പറയേണ്ട ബാധ്യത ഇപ്പോൾ സ്മൃതി പരുത്തിക്കാടിൽ മാത്രം വന്നു ചേർന്നിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. വേറെ ആരുമില്ല. സ്മൃതി പരുത്തിക്കാട് ഒരു ഇടതുപക്ഷ അനുഭാവി തന്നെയാണെന്നാണ് ഞാൻ കരുതുന്നത്. കൃത്യം ഇനി അവർക്ക് മറ്റു രാഷ്ട്രീയം ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. എനിക്ക് പലപ്പോഴും അവരുടെ ഡിബേറ്റുകളൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് അവർക്ക് രാഹുൽ ഗാന്ധിയെക്കുറിച്ചും CPM-നെ കുറിച്ചൊക്കെ അവർ ആഞ്ഞടിക്കുന്നത് കാണാം. രാഹുൽ ഗാന്ധിയെക്കുറിച്ചും VD സതീശനെ കുറിച്ചും ഒക്കെ പറയുമ്പോൾ അല്ല, അത് CPM-നെ കുറിച്ച് ആഞ്ഞടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാധ്യമങ്ങളുടെ പൊതുവെയുള്ള ധർമ്മം പ്രതിപക്ഷത്തിൻ്റെതാണ്. അതിപ്പോൾ ആര് ഭരിച്ചാലും അവർക്കെതിരെയുള്ള ആക്ഷേപങ്ങൾ പരാതികളുണ്ടെങ്കിൽ അത് നല്ല ശക്തമായി അവതരിപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഭരണപക്ഷത്തുള്ളത് ഇപ്പോൾ നിർഭാഗ്യവശാൽ ഇടതുപക്ഷമായിപ്പോയി. അതുകൊണ്ടാണ് ഇടതുപക്ഷത്തിനെതിരെ അവർക്ക് നിലപാടുകൾ എടുക്കേണ്ടി വരുന്നത്. അപ്പോൾ അത് സംബന്ധിച്ചിപ്പോൾ ഇത്തരത്തിൽ പ്രേംലാലേട്ടൻ പറഞ്ഞതുപോലെ നിലപാടുകൾ എടുക്കും, അതൊക്കെ ശരിയാണ്. നിലപാടുകൾ വേണം, നമുക്ക് കണ്ടന്റ് വേണം, റേറ്റിംഗ് വേണം, എന്നാലേ ശമ്പളം കിട്ടൂ. ഇതൊക്കെ നമ്മൾ ഒരു ഭാഗത്ത് ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചായാലും അങ്ങനെയൊക്കെ തന്നെയാണ്. വ്യൂസ് വേണം, പിന്നെ അതിൻ്റേതായ പ്രശ്നങ്ങൾ നമ്മളെയും ബാധിക്കാം, നമുക്കും ഉണ്ട്, ആവാം, ഒക്കെ ചെയ്യാം. പക്ഷെ എങ്കിൽ പോലും ചില ചോദ്യങ്ങൾ ചിലരെ ഇറിറ്റേറ്റ് ചെയ്യുമെന്ന് അറിഞ്ഞിട്ടും അല്ലെങ്കിൽ അവരുടെ ഒരു BJP-കാരൻ അവരുടെ അടുത്ത സുഹൃത്തും സഹപ്രവർത്തകനും ആകുമ്പോഴും ഒരു BJP-യുടെ ഒരു പരിപാടിയിൽ അവരെ ക്ഷണിതാവായി വിളിക്കുമ്പോഴും ഇപ്പോൾ സർക്കാരിൻ്റെ എത്രയോ പരിപാടികൾ അവർ നൃത്തം അവതരിപ്പിക്കാൻ പോയിട്ടുണ്ട്, എത്രയോ പരിപാടികളിൽ അവര് ക്ഷണിതാവായി പോയിട്ടുണ്ട്. ആ ചോദ്യം ശോഭന ഒരു നടി എന്ന രാഷ്ട്രീയക്കാരിയായിട്ട് ശോഭിക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല. എനിക്ക് സംശയമുണ്ട്. കാരണം അവര് ഒരു പൊതുവിഷയങ്ങളിൽ ഒരു ജനകീയത, ഇപ്പോൾ ഉർവശി കിട്ടുന്ന ജനകീയതയുടെ അത്രയും ഒരു നടിയെന്ന നിലയിൽ ഒരു മിടുക്കിയാണ്. പക്ഷെ ഒരു ജനകീയത വെച്ച് നോക്കുമ്പോൾ ഉർവശിയോട് അത്രത്തോളം ഒരു അടുപ്പം സാധാരണക്കാർക്ക് ശോഭനയോട് ഇല്ല. അവരെപ്പോഴും ഒരു കൈയകലത്തിൽ, ജനങ്ങളുടെ ഒരു കൈയകലത്തിൽ നിൽക്കുന്ന ഒരു നടിയാണ് അവര്. നൃത്തത്തെ സ്നേഹിക്കുന്ന, അഭിനയത്തെക്കാൾ കൂടുതൽ നൃത്തത്തെ സ്നേഹിക്കുന്ന ഒരു കലാകാരി ആണ് അവർ. അപ്പോൾ ഒരാളെ ഓണവിശേഷങ്ങൾ പറഞ്ഞു വിളിക്കുമ്പോൾ സുരേഷ് ഗോപിയുടെ പേര് പറഞ്ഞുകൊണ്ട് നിങ്ങൾ BJP-ലേക്ക് ചേരുമോ, രാഷ്ട്രീയമുണ്ടോ എന്ന് ചോദിക്കാം, ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ അനുഭവമുണ്ടോ എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ ഇത്തരത്തിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇത് ഇങ്ങനെ അതിൻ്റെ കുഴപ്പം എന്താ വെച്ചാൽ ഈ സിനിമയിൽ ഏതാണ്ട് കരിയർ അവസാനിച്ചവരുടെ അടുത്ത മേച്ചിൽപ്പുറം ഇപ്പോൾ പൊളിറ്റിക്സ് ആയിട്ട് മാറിയിട്ടുണ്ട്. കുറേ ഉദാഹരണങ്ങൾ, മുകേഷ്, ഗണേഷ്, എന്താ പറയുക, നമ്മുടെ സുരേഷ് ഗോപി, ഒരുപാട് പേരുണ്ടല്ലോ. അപ്പോൾ ആ ഒരു നിലയിലേക്ക് ശോഭനയുടെയൊക്കെ ഒരു നല്ല കാലം കഴിഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു രീതിയിൽ ഒരു ഓളത്തിനങ്ങ് തള്ളിയതായിരിക്കണം. അതെ, അതായത് തള്ളലിപ്പോൾ ഏറെക്കിടന്ന് കറങ്ങുന്നുണ്ട്.